സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ ഓഫീസേഴ്സ് ഇൻ സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി ഇൻ വേരിയസ് സ്ട്രീം എന്ന് പറഞ്ഞാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28/2/2026 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28/3/2026. സോ ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് April 2026. ഇൻ്റർവ്യൂവും ഏപ്രിലിൽ തന്നെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഏതൊക്കെ വേക്കൻസിയാണ്, എത്രയാണ് അതിൻ്റെ എക്സ്പീരിയൻസ്, ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത വേക്കൻസികളുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജാവയിലേക്കാണ് വന്നിരിക്കുന്നത്. സ്കെയിൽ 1 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സ്കെയിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് വരുന്നുണ്ട്. ഓരോ സ്കെയിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറൻസ് ആണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ ജാവ ഡെവലപ്പർ സ്കെയിൽ 1 ആണ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ സ്കിൽസ് ആയിട്ട് പറയുന്നത്. ജോബിൻ്റെ സ്കിൽസ് ആണ് ഇത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊക്കെ സ്കിൽസ് ഇതൊക്കെയാണ് വേണ്ടതെന്ന് ഓർത്തിരിക്കുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു BA BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, MCA ഫ്രം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി. ദ ക്വാളിഫിക്കേഷൻ ടു ബി ഫുൾ ടൈം ആൻഡ് റെഗുലർ കോഴ്സ് ഓൺലി എന്നും പറയുന്നുണ്ട്. സോ ഈ ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ തന്നെയാണ് ബാക്കി വരുന്ന കാറ്റഗറിക്കെല്ലാം സെയിം ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ക്വാളിഫിക്കേഷൻ ബേസിക് ആയിട്ടുള്ള ഇത് CS-ഉം CA മാത്രം പറഞ്ഞു ഞങ്ങൾ പോവുകയാണ്. സോ അത് ജസ്റ്റ് നോക്കിക്കാം. ഇനി സർട്ടിഫിക്കേഷൻസ്, ചില സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആണ്, ചില നിങ്ങൾക്ക് നോൺ മാൻഡേറ്ററി ആണ്. ഓർത്തിരിക്കുക, ഇതിന് മാൻഡേറ്ററി ആയിട്ടുള്ള അതായത് പ്രിഫർ സോ ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പ്രിഫറബിൾ ആണ്. സ്കെയിൽ 1ലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നത് നിങ്ങൾ പ്രിഫറബിൾ ആണ്, നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. സ്കെയിൽ 1-ന് മിനിമം 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇൻ ജാവ ഡെവലപ്മെൻറ്റ് ഓഫ് വിച്ച് മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡലിംഗ് ആംഗുലർ, റിയാക്ട് ഓർ നോഡ് എക്സ്പ്രസ്, സ്പ്രിംഗ് ബൂട്ട് ഫ്രെയിം വർക്ക്, ഡെവലപ്മെൻറ്റ് ഓഫ് AC ഓർ MQ, API ഡെവലപ്മെൻറ്റ്. ഈ പറഞ്ഞിരിക്കുന്നത് ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കിലേക്ക് അപ്ലൈ. സോ രണ്ടാമത്തെ വിളിച്ചിരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജാവ ഡെവലപ്പർ സ്കെയിൽ 2, 3, 4 എന്ന് പറയുന്ന ബേസിസിലാണ്. സോ അത് ജസ്റ്റ് കൊടുത്തിരിക്കാം. ഇനിയും ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻസ് സെയിം തന്നെയാണ്, സ്കിൽസ് അതിൻ്റെ ഡിഫറൻസ് ആണെന്ന് ജസ്റ്റ് നോക്കുക. സോ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഇതിന് വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ജസ്റ്റ് നോക്കുക. ഇനി ഇതിൻ്റെ വരുന്ന എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. സോ സ്കെയിൽ 4ലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മിനിമം നിങ്ങൾക്ക് 10 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇൻ ജാവ ആർക്കിടെക്ചേഴ്സ് ആൻഡ് ഫ്രെയിംവർക്സ് വിച്ച് ഓഫ് മിനിമം 6 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ റോൾ ഓഫ് ജാവ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഹാൻഡ്ലിംഗ് ലാർജ് സ്കെയിൽ ആൻഡ് കോംപ്ലക്സ് ജാവ ആപ്ലിക്കേഷൻസ്. ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ സ്കെയിൽ 3ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മിനിമം നിങ്ങൾക്ക് 6 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ജാവ ഡെവലപ്മെൻറ്റിൽ. സോ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മിനിമം 4 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ജാവ ഡെവലപ്മെൻറ്റ് ഓഫ് വിച്ച് മിനിമം 2 years എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ആംഗുലർ, റിയാക്ട് നോഡും. നിങ്ങളിപ്പോൾ സ്കെയിൽ 1ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. എന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൊബൈൽ ഡെവലപ്പർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്, ആൻഡ്രോയിഡ് ആൻഡ് iOS. സോ ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻസ് സെയിം ആണെന്ന് ഓർത്തിരിക്കാം. BA BTech in Computer Science, Computer Application, Information Technology, Electronics and Telecommunication, Electronics and Communication, MCA ആണ്. ഫുൾ ടൈം ആൻഡ് റെഗുലർ കോഴ്സ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി പ്രിഫേർഡ് സർട്ടിഫിക്കേഷൻ ഇത് നോൺ മാൻഡേറ്ററി ആണ്, നിങ്ങൾക്കിത് നിർബന്ധമില്ല എന്ന് ഓർത്തിരിക്കുക. സർട്ടിഫിക്കേഷൻ ഇൻ ആൻഡ്രോയിഡ് ആൻഡ് iOS മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് നിങ്ങൾ മീറ്റ് ചെയ്താൽ മതി. എക്സ്പീരിയൻസ് സ്കെയിൽ 2 ആയതുകൊണ്ട് മിനിമം 4 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മീൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഓർത്തിരിക്കുക. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, developer.net. സോ ഇതിൻ്റെ നമ്മൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ നോക്കുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ക്രൈറ്റീരിയ നിങ്ങളിപ്പോൾ സ്കെയിൽ 4ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്കെയിൽ 3 ബേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്കെയിൽ 1ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST OBC PWD അതുപോലെ തന്നെ മറ്റുള്ള എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റിന് അതിനുള്ള ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പ്ലേസിംഗ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത് നവി മുംബൈയിലായിരിക്കും, അല്ലെങ്കിൽ എനിവെയർ ഓൺ സൈറ്റ് ഇൻ ബാങ്ക് ലൊക്കേഷൻ ബേസിസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നതെന്ന് ഓർത്തിരിക്കുക. 24/7 ബേസിലായിരിക്കും നിങ്ങളുടെ വർക്കിംഗ് വരുന്നത്, വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഓർത്തിരിക്കുക. നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ചീഫ് മാനേജറാണ് സ്കെയിൽ 4 എന്ന് പറയുന്നത്, സീനിയർ മാനേജറാണ് സ്കെയിൽ 3, മാനേജറാണ് സ്കെയിൽ 2, അസിസ്റ്റൻറ്റ് മാനേജറാണ് സ്കെയിൽ 1. സോ അതൊരു ഇനി സെലക്ഷൻ പ്രൊസീജിയർ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, CBT.
ദർ വിൽ ബി നോ നെഗറ്റീവ്. ഒത്തിരിക്ക് ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല ഫോർ റോങ് ആൻസേഴ്സ് മാർക്ക് ഇൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണെന്നും പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളത്താണ് കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത്. തമിഴ്നാട്ടിലുണ്ട് ചെന്നൈ, മധുരൈ, തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ, വെല്ലൂരിലാണെന്ന് ഓർത്തിരിക്കാം. കാൻഡിഡേറ്റ് ഷാൾ സെലക്ട് വൺ സെൻറ്റർ ഫോർ ഗിവിംഗ് ദ റിട്ടേൺ എക്സാം അറ്റ് ദ ടൈം ഓഫ് സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ എന്നും പറയുന്നുണ്ട്. സോ ഓൺലൈൻ റിട്ടേൺ എക്സാം 100 മാർക്കാണെന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് നോക്കുവാണെങ്കിൽ SC/ST PWD വുമൺ കാൻഡിഡേറ്റിന് 175 രൂപയാണ് എക്സാമിനേഷൻ ഫീ വരുന്നത്. സോ ബാക്കി വരുന്ന എല്ലാ കാൻഡിഡേറ്റിനും 850 രൂപയാണ് എക്സാമിനേഷൻ ഫീ. ആപ്ലിക്കേഷൻ ഫീ പ്ലസ് ഇൻറ്റിമേഷൻ ചാർജും കൂടെ കൂട്ടിയാണ് 850 രൂപ എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾക്കിപ്പം കാൻഡിഡേറ്റ്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 28/2/2026 ക്ലോസ് ചെയ്യുന്നത് 28/3/2026. ഇനി നിങ്ങൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം? ഓൺലൈൻ ത്രൂ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുകയാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പോകാവുന്നതാണ്. സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, അതായത് താഴെ ഡിക്ലറേഷൻ ഉണ്ട്, അതുപോലെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെൻ വെച്ച് കോപ്പി ചെയ്യുക. അത് എന്നിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാൻഡിഡേറ്റ് വിൽ ഓൾസോ റിക്വയർഡ് ടു ക്യാപ്ചർ ആൻഡ് അപ്ലോഡ് ദ ലൈവ് ഫോട്ടോഗ്രാഫ് ത്രൂ വെബ് ക്യാം ഓർ മൊബൈൽ ഫോൺ യൂസിങ് ഡ്യൂറിങ് ദ രജിസ്ട്രേഷൻ പ്രോസസ് എന്നും പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് വേണ്ടവർക്ക് ഇതിൻ്റെ താഴെ ഏതൊക്കെ ബേസിസിലാണ് സർട്ടിഫിക്കേഷൻ ഇവിടെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സർട്ടിഫിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. 28/2/2026 സ്റ്റാർട്ട് ചെയ്ത എക്സാം ഓൺലൈൻ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 23/3/2026 ക്ലോസ് ചെയ്തതാണ്. അതിന് മുമ്പ് അപ്ലൈ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. എക്സാം ഏപ്രിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ഏപ്രിൽ തന്നെ കണ്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫാസ്റ്റായിട്ടായിരിക്കും നടക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ